എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഈ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ്. അവിടെ ഒരുപാട് പ്രതിസന്ധികൾ, അതായത് സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചുള്ളതാണ് റിപ്പോർട്ട് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും നേരിടുന്ന അവരുടെ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ്. ഇത് മെയിൻലി സിനിമാ വ്യവസായത്തെ അധിഷ്ഠിതമാക്കിയുള്ളതാണെന്ന് മാത്രമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ കമ്മിറ്റി 50ലധികം ആൾക്കാരുമായിട്ട്, അതായത് സിനിമ ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്ന 50ലധികം ആൾക്കാരുമായിട്ട് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അത് പഠിച്ച് അതിനെപ്പറ്റിയാണ് ഇപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. സിനിമയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ വളരെ റാൻഡംലി കുറച്ച് പേരിൽ നിന്ന് മാത്രം എടുത്ത ഈ റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇത് വർഷങ്ങളായിട്ട് ഈ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇത് പുറത്ത് വിട്ടിട്ടില്ലായിരുന്നു. കാരണം ഇത് പുറത്ത് വരുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം സിനിമ ഇൻഡസ്ട്രിയിലെ പ്രമുഖരെ പറ്റിയും അതുപോലെ തന്നെ സിനിമ ഇൻഡസ്ട്രി നടന്നുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ ഈ റിപ്പോർട്ട് ഇത്രയും താമസിപ്പിച്ചത്. അത് പല കാരണങ്ങൾ കാണാം, അതിനെക്കുറിച്ചും പോകുന്നില്ല. എങ്കിൽ തന്നെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് പേജുകൾ ഇതിനകത്ത് ഇല്ല. കാരണം ആ പേജുകൾ ഒരുപക്ഷെങ്കിൽ വിവാദങ്ങളും വലിയ കോടിളക്കങ്ങളും സൃഷ്ടിക്കാവുന്ന പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അതിലെ 67 പേജുകളോ ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. പുറത്ത് വിട്ടിട്ടില്ല. കാരണം ചില കാര്യങ്ങളൊക്കെ പുറത്ത് വിടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള പോലെ തന്നെ ഈ കാര്യങ്ങളിലും അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനപ്പുറമായിട്ട് ഇതിനോട്ടൊരു കാരണമെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് വാദി പ്രതി എന്നുള്ള കാര്യങ്ങളൊന്നും ഈ കമ്മിറ്റി റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടില്ലെന്നാണ്. ഒരുപക്ഷെങ്കിൽ ഈ നമ്മുടെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത്, ഇതിൽ പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുമെന്നാണ്. പക്ഷേ അതിലേറ്റവും വലിയ രസകരമായ കാര്യം, ഇതിലാരും പരാതിക്കാരില്ല, വാദിയില്ല, പ്രതിയില്ല എന്നുള്ളൊരു രീതിയിലാണ് ഈ റിപ്പോർട്ട് പോകുന്നത്. ഒരുപക്ഷെ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു സ്ത്രീകൾ പോലും ഇങ്ങനൊരു പ്രശ്നവുമായി സർക്കാരിനെയോ അതേ കോടതിയോ സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. വളരെ ചുരുക്കം പേര് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മീഡിയാസിലൂടെ, പക്ഷേ അവർ നിയമപരമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റും നടത്തിയിട്ടില്ല. പിന്നെ ചില നടന്മാർ പറയും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ചിനുമായി ബന്ധപ്പെട്ട കഥകളും പല നടന്മാരും പലപ്പോഴും കേട്ടിട്ടുണ്ട്. സ്ത്രീകൾക്ക് പുരുഷനും തുല്യ പ്രാധാന്യം. അപ്പം സ്ത്രീകൾക്ക് കിട്ടുന്ന ശമ്പളമല്ലായിരിക്കും സിനിമ ഇൻഡസ്ട്രിയിലെ പുരുഷ മേധാവികൾക്ക് അല്ലെ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്ക് കിട്ടുന്ന സാലറി. അതുപറ്റി ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒരു ഡിമാൻഡാണ് ഒരാളുടെ സാലറി അല്ലെങ്കിൽ ഒരാളുടെ ശമ്പളം അല്ലെങ്കിൽ ഒരാളുടെ റെമ്യൂണറേഷനൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം സ്ത്രീ കഥാപാത്രങ്ങളെന്ന് പറയുമ്പം ചിലപ്പോൾ ആ കഥാപാത്രത്തിന് അനുയോജ്യമായ വേറൊരു സ്ത്രീ കഥാപാത്രത്തെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സക്സസ് ആയിരിക്കും ആ സിനിമ. പക്ഷേ പുരുഷന്മാർ എന്ന് പറയുന്ന ആ ഒരു ഷവനിസ്റ്റ് അല്ലെങ്കിൽ അവിടെ ആ പുരുഷ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതായിരിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഈക്വാലിറ്റി എന്നൊരു സംഭവം ഈ ഇൻഡസ്ട്രിയിൽ നമുക്കൊരിക്കലും മാനേജ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഈ ഇൻഡസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈക്വാലിറ്റി എന്നൊരു സംഭവം ഇവിടെ പ്രാബല്യമാക്കാൻ കഴിയില്ല എന്നാണ്